വാർത്തകൾ ഇനി ആരുമല്ലേ. കളമശ്ശേരി മൂലേപ്പാടത്ത് കഴിഞ്ഞ മാസം പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുകയും നിരവധി വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾക്കും വാഹനങ്ങൾക്കും ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇത്തരത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് SDPI കളമശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അവിടുത്തെ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വങ്ങൾ ഈ മന്ത്രിയുമായി ബന്ധപ്പെടുകയും ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ച ആളുകൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് എന്താണ് പോംവഴി എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയും മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ പരിസരവാസികൾ പറയുന്നു, റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വങ്ങൾക്ക് കിട്ടിയ മറുപടി അത് മുൻകാലങ്ങളിൽ പാഠമായിരുന്നു, നിങ്ങൾക്കറിയാവുന്നതല്ലേ, നിങ്ങൾ എന്തിനാണ് അവിടെ കൊണ്ടുപോയി വീട് വെച്ചത് എന്നുള്ള ഒരു ധാർഷ്ട്യത്തിന്റെ മറുപടി ലഭിച്ചു എന്നുള്ളത്. പിന്നെയുള്ളത് വാർഡ് കൗൺസിലർ ആണെങ്കിലും ആ വെള്ളം കയറിയ സമയത്ത് വന്നു പോയതല്ലാതെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് അത്തരം കാര്യങ്ങൾ അവിടുത്തെ പൊതുജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മൂലേപ്പാടത്ത് സെൻട്രൽ പോർഷനിലൂടെ കടന്നു പോകുന്ന ഏതാണ്ട് 2.5-3 മീറ്ററോളം വീതിയുള്ള തോട്, അത് പൂർണ്ണമായും സ്ലാബ് അടിച്ച് വാർത്ത് റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആണെന്ന് പറയുന്നു. ആ സ്ലാബ് ഇട്ടിരിക്കുന്നതിനാൽ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഒരു വർക്കും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കളമശ്ശേരി നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഇത്തരം വെള്ളക്കെട്ടിനെ സംബന്ധിച്ച്, മൂലേപ്പാടത്തുള്ള വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് അൽഫിയ നഗർ അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടാവുകയും ഇതുപോലെയുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും വില കൂടിയ കാറുകളടക്കം വെള്ളത്തിൽ മുങ്ങിയ ഒരു സംവിധാനത്തിൽ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നഗരസഭ കൗൺസിലർമാരടക്കം ഒരു കൗൺസിൽ കൂടുകയും അതിൽ തീരുമാനമായി കയ്യേറ്റം നടത്തിയിരിക്കുന്ന മുഴുവൻ തോടുകളും തിരിച്ചു പിടിക്കണമെന്നും അതിൽ ഇനിയൊരു വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അത് ആ പേപ്പറിൽ ഒതുങ്ങിയതല്ലാതെ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കാൻ നഗരസഭ മുന്നിട്ടിറങ്ങിയിട്ടില്ല. നഗരസഭ വർഷാവർഷം ചെലവാക്കുന്ന പൂർവ്വ ശുചീകരണ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ ഫണ്ട് ഉചിതമായാണോ ചെലവാക്കുന്നത്, ആ ഏൽപ്പിക്കപ്പെടുന്നവർ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ മോണിറ്ററിംഗ് സംവിധാനം നടപ്പിലാക്കണമെന്നാണ് SDPIക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കയ്യേറ്റം നടത്തി എന്ന് പറയുന്ന തോടുകൾ കയ്യേറി ഈ 3 മീറ്റർ വീതിയിൽ പോയിക്കൊണ്ടിരുന്ന തോട് ഏതാണ്ട് അതിന്റെ ഒരറ്റം വരുമ്പോൾ 1 മീറ്ററിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന് വ്യക്തമായ പഠനം നടത്തി മൂലേപ്പാടം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അത് ഒരു തടസ്സവും കൂടാതെ ഒഴുകിപ്പോകാവുന്ന രീതിയിലേക്ക്, അതിന് പാകമായ വീതിയിലേക്ക് മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നോ ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എങ്കിൽ അത് നടപ്പിലാക്കാൻ എത്രയും പെട്ടെന്ന് കൗൺസിൽ യോഗത്തിലെ ഈ മുഴുവൻ നഗരസഭയിലെ കൗൺസിലർമാരും മുനിസിപ്പൽ ചെയർപേഴ്സണും തയ്യാറാവണമെന്നാണ് SDPIക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മൂലേപ്പാടത്തെ ഏതാണ്ട് 40-ലധികം വീടുകളിൽ വെള്ളം കയറി എന്ന് പറയുമ്പോൾ ആ ദുരിതം അനുഭവിച്ച ആളുകളിൽ നിന്ന് അവർക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, വളരെ ഭീമമായ ഒരു നഷ്ടമാണ് ആ പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നഗരസഭ
പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി കാര്യക്ഷമമായി നടത്തണമെന്ന് ആവശ്യപ്പെടുന്നതോടൊപ്പം അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്കുണ്ടായ നഷ്ടം അത് മഴ പെയ്താൽ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഓരോ വീടുകളിലേക്കും വെള്ളം കയറുന്നത് എന്നതുകൊണ്ട് അവർക്ക് അവരുടേതായ ഏതെങ്കിലും രീതിയിലുള്ള ഉപകരണങ്ങൾ ഒന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനോ വാഹനങ്ങൾ മാറ്റുന്നതിനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്ന് ആ ദുരിതം അനുഭവിക്കുന്നവർ പറയുമ്പോൾ SDPI പറയുന്നു, ഇത്തരം വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതോടൊപ്പം അവർക്കുണ്ടായ ആ നഷ്ടപരിഹാരങ്ങൾക്ക്, നാശനഷ്ടങ്ങൾക്ക് നഗരസഭ നഷ്ടപരിഹാരം നൽകണമെന്നും SDPI ആവശ്യപ്പെടുന്നു. ഒരു ചെറിയ മഴ പെയ്താൽ പോലും കളമശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും SDPI കളമശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ പ്രസിഡന്റ് ഷാനവാസ് ചാലയിൽ, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് റഫീഖ് ബിടാക്കുഴ, സെക്രട്ടറി റഫീഖ് A, കമ്മിറ്റി അംഗം അലിയാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.